ഇക്കൊല്ലത്ത് നമ്മുടെ സംഘത്തിന്റെ ലാഭം 2,13,814 രൂപ. 13,814 രൂപയാണ്. ഈ കാശ് നമ്മുടെ പണിയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടാനും തറ കെട്ടാനുമായിട്ട് ചെലവാക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത്. സഖാവേ, എന്താ ചന്ദ്രേട്ടാ? നമ്മുടെ സംഘത്തിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ തന്നെ സഹായിക്കണം. എൻ്റെ മോൻ്റെ കോളേജ് അഡ്മിഷൻ വേണ്ടിയിട്ടാ. 1,00,000 രൂപ മതി. ഈടായിട്ട് ഞാൻ എൻ്റെ പറമ്പിന്റെ ആധാരം തരാം. അത് ചന്ദ്രേട്ടാ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘത്തിൽ നിന്ന് പണം എടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഇന്ത്യയൊക്കെ മറ്റോടത്തെ നിയമം. പിന്നെ എന്തിനാണ് ഈ സംഘവും കോപ്പൊക്കെ ഉണ്ടാക്കി താ കൂളെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചന്ദ്രേട്ടാ ഇരിക്കട്ടാ. ഇരിക്കാൻ ഞാൻ വരെ ഇരിക്കാൻ മനുഷ്യനൊരു ആവശ്യം. ഏയ്, അവൻ അങ്ങനെയൊക്കെ പറയും. സംഘത്തിലെ കാശ് വേറെ ഒന്നിനും തൊടാൻ പാടില്ല. അമ്മച്ചി എന്താണ് അവന്? അമ്മച്ചി, ഞാനിവിടെ ഉണ്ട്. വെള്ളം, ജലം, നീര്. ഇതന്നെ കവലയെ വെച്ച് മാനേജറെ കണ്ടിരുന്നു. ഇനി അവധി തരാൻ കഴിയില്ലെന്നാ പറയുന്നത്. ചായ വേണോ? അമ്മച്ചി, വീടിന്റെ പര്യായം എന്തുവാ? വീട് വേണ്ടേ? എന്നിട്ടല്ലേ പര്യായം? കർഷക സംഘത്തിന്റെ കാശിരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന് തൽക്കാലത്തേക്ക് വല്ലതും. അതൊന്നും എടുത്ത് മറിക്കാൻ ഒക്കത്തില്ല. അതിനൊന്നും നിയമമില്ല. എനിക്ക് വേണ്ടി നിയമം മാറ്റാൻ പറ്റൂ? പാർട്ടിക്ക് മാത്രമല്ല, വീടാകുമ്പോ ഇവിടെയും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ വീട്ടിൽ വിൽക്കാനായിട്ട് ആ കിടക്കുന്ന വണ്ടി മാത്രമാണ്. അത് വിറ്റ ഇരുമ്പ് വില പോലും കിട്ടില്ല. നീ ഒന്ന് സമാധാനപ്പെടേണ്ട അനി. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഒന്നും രണ്ടൊന്നും അല്ല, ലക്ഷങ്ങളാ. ഇത് കൊണ്ടേ പണയം വെച്ച് ഒരു 50,000 രൂപ മേടിച്ച് ബാങ്കിലടയ്ക്കും. എന്നിട്ട് 1 മാസം സാവകാശം കൂടെ തരാൻ പറ. വിഷമിക്കണ്ട. ഇനിയെങ്കിലും അളിയനെയും പെങ്ങളെയും മാത്രം നന്നാക്കാതെ ഇച്ചാനും കൂടെ നന്നാവാൻ നോക്ക്. ഹലോ, അലക്സല്ലേ? ആ ഫോറസ്റ്റ് ഓഫീസിനാ. എന്നാ സാറേ? നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വരണം. എന്നാ കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. 50,000 ഉണ്ടല്ലോ. ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ കാര്യം? എന്നാന്നറിയാൻ മേല. എന്നാ സാറേ, എന്നാ കാര്യം? എടോ സാർ, കൊണ്ടുപോവാ. എന്റെ ഈശോയെ, എന്നതാ വെച്ചാൽ ഞാനീ കാണുന്നത്? എന്നാ പറ്റിയതാ? കരച്ചിലും പിഴിച്ചിലൊക്കെ അവിടെ ആക്കട്ടെ. അളിയനും പെങ്ങളും കൂടി എന്താ ചെയ്തതെന്ന് അറിയാവോ? നിർത്തടാ. എങ്ങോട്ടാ? അടിവാരത്തേക്ക് പോകുന്ന വഴിയാ. കല്യാണത്തിന് വരുന്നു ഫാമിലി ആയിട്ട്. എന്താ സാർ? കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഞാനോ? ഇല്ല സാർ. എന്താ അത്? എന്തായി കെട്ടില്? തുറന്ന് കാണിച്ചു കൊടുക്ക്. വന്നേ. 1.5 കിലോ കഞ്ചാവ്, 3 കിലോ മ്ലാവർച്ചി. എന്താ വകുപ്പ് എന്ന് വല്ല പിടിയുണ്ടോ? ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 51 ഷെഡ്യൂൾ 3 7 കൊല്ലം അകത്താവും. 1.5 കിലോ സെക്ഷൻ 20B1 10 കൊല്ലം. ഫാമിലി പാക്കേജാ. ടോട്ടൽ 17. കുടുംബസമേതം പോയി കിടക്കാം. എനിക്കൊന്നും അറിയത്തില്ല അച്ചായ. ഞാൻ ഇങ്ങനെ കൂട്ടുകാരന്റെ കല്യാണം കൂടാൻ പോയതാ.
മാട്ടുകട്ടയില്. എന്റെ പൊന്നു സാറേ, ആ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഈ പരനാറി എന്നെ വേണേലും ചെയ്തോ. നീ എന്നടാ നോക്കണേ. വിടാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചേ. ഓ, എല്ലാരും വിട്ടേക്കാം, വലിയ ഉപകാരം. പക്ഷെ കുറച്ച് ചെലവുണ്ട്. ഓ, ഒരു 5 ലക്ഷം. ഇത് ഞങ്ങൾ കത്തിക്കും, നിങ്ങളിത് കൊണ്ട് കറിയും വെക്കും. എന്തു പറയുന്നു? അയ്യോ സാറേ, ചതിക്കരുത്. എൻ്റെ പെങ്ങളും കൊച്ചും വഴിയാധാരമായി പോവും. ഞാൻ വേണേ സാറിനെ കാല് പിടിക്കും. കാശ് തന്നിട്ട് വേണം കാലൊക്കെ പിടിച്ചോ, ഇല്ലടോ? സാറേ, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാ എവിടെ നിന്ന് എടുത്ത് തരാനാ സാറേ? എന്നെങ്കിലും ഒന്ന് കുറയ്ക്കും. അബ്ദൊക്കെ എന്നതായി പറയുന്നേ? ഞാനിത് എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ട് കൊടുക്കാനാ? നീ മിണ്ടേ. എന്നാ ഒരു കാര്യം ചെയ്യും, ആ, 2.5 അത് കുറയത്തില്ല. ഇനി ഈ കാര്യത്തിൽ ഒരു വർത്താനവും ഇല്ല. വേണ്ട, നീ വന്നേ, ഇങ്ങ് വാ, നീ ഇങ്ങ് വാ. എടാ, ആ സംഘത്തിലെ കാശിരിപ്പില്ലേ, അതും ഇപ്പൊ പണയം വെച്ച് കിട്ടിയ കാശും കൂടെ എടുത്ത് നീ അയാൾക്ക് കൊണ്ടേ കൊടു. അല്ലെങ്കിൽ ഇത് പുലിവാലാവും. സംഗതി വേറെ കേസാ. നീ അത് എടുക്ക്. ഇങ്ങതാ, വാ. പറ്റിപ്പോയി. എന്നാ സാറേ, പറഞ്ഞത് മുഴുവനും ഉണ്ട്. എന്നാ ചെന്നാട്ടെ. വാ. ആ, ഇതുകൂടി വെച്ചോ. നല്ല പച്ചക്കുരുമുളക് കൂട്ടി വരട്ടി അങ്ങ് എടുത്തോ. നീ എന്റെ കുടുംബം കുളന്തോണ്ടി അടങ്ങത്തുള്ളൂ അല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ പാടത്തും പറമ്പത്തും പണിയെടുത്തുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. അത് ഇതുങ്ങളെ ഓർത്തിട്ടാ. നീയൊന്നും ഗുണം പിടിക്കത്തില്ലടാ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നേക്കുന്നു. എന്താടാ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം? അത്ര വലിയ ആദർശവാനാണെങ്കിൽ ഇച്ചായനത്തിന് ഇവിടെ കൈക്കൂലി കൊടുത്തത്. നീ ഇങ്ങോട്ട് വാ, അവനുള്ളത് പടച്ചോൻ കൊടുത്തോണ്ട്. വർത്താനം കേട്ടു. നീ ഇങ്ങോട്ട് വാ. മനുഷ്യൻ ഇങ്ങോട്ട് നടക്കാനാ. മോൾ കയറി. എന്താടാ പറഞ്ഞ പന്നിയുടെ എന്താടാ പറഞ്ഞ നിന്റെ മറ്റോടെ നിയമത്തെ കുറിച്ച് പറയണം. പാർട്ടി ഓഫീസിൽ കയറി പാർട്ടി ഓഫീസ് നിന്റെ തറവാടാടാ. എന്റെ മോന് വേണ്ടി ലോൺ ചോദിച്ചപ്പോ അവനെന്താടാ പറഞ്ഞേ? വണ്ടി എടുത്തടാ. എന്റെ മോനെ കോളേജ് ചെറുക്കത്തിന് കാശ് ചോദിച്ചപ്പോ നീ എന്താടാ പറഞ്ഞേ? ഇവിടെ നിയമം നിന്ന് ഇപ്പൊ തന്റെ അളിയൻ കഞ്ചാവ് എടുത്ത് അകത്ത് പോയപ്പോ അവിടെ ഇറക്കാൻ സംഘത്തിന് കാശിടല്ലോടാ. നോക്കണ്ട, നിന്റെ അളിയൻ തന്നെ ഒന്ന് എന്റെ അടുത്ത് വിവരം പറഞ്ഞേ. ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന സഖാക്കള് അപ്പൊ എടുത്തോണ്ട് പോടാ. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല. അല്ലേ സാർ?